അതിരപ്പള്ളി വെള്ളച്ചാട്ടം നിറഞ്ഞൊഴുകുന്നു എന്നതാണ്. അതുകൊണ്ട് അതിരപ്പള്ളി അടക്കമുള്ള മിക്ക വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും പ്രവേശനം നിരോധിച്ചിരിക്കുകയാണത്. കാണാൻ അതിമനോഹര കാഴ്ചയാണ്, പക്ഷേ ആശങ്ക കൂടി നിറയുന്ന കാഴ്ചയാണ്. ലിഷോയുണ്ട് വിവരങ്ങളായി. ലിഷോയ്, അതിരപ്പള്ളി നിറഞ്ഞ് ഒഴുകുന്നത് മനോഹര കാഴ്ചയൊക്കെയാണ്, പക്ഷേ ഇത്രയും അളവിൽ വെള്ളം താഴേക്ക് വരുമ്പോൾ മറ്റ് താഴ്ന്ന പ്രദേശങ്ങളിലേക്കൊക്കെ ആളുകൾക്ക് ആശങ്കയാണ്. ഇപ്പോൾ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ആളുകളോട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്, എന്തൊക്കെയാണ് വിവരം? അതിരപ്പള്ളി വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് ഇന്ന് ഇപ്പോൾ റെഡ് അലർട്ട്, തൃശ്ശൂർ ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇപ്പോൾ അവിടേക്കുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്. ഇന്നത്തേക്ക് മാത്രമാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് പ്രവേശനം വിലക്കിയിരിക്കുന്നത്. നിരവധി വിനോദസഞ്ചാരികൾ രാവിലെ മുതൽ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഇത്തരത്തിൽ മഴ കനത്തതോടുകൂടിയാണ് പ്രവേശനം താൽക്കാലികമായി വിലക്കിയിരിക്കുന്നത്. മാത്രമല്ല, ചാർപ്പയിലും വാഴച്ചാലും ഒക്കെ തന്നെ വെള്ളം നിറഞ്ഞൊഴുകുക തന്നെയാണ്. ചാലക്കുടി പുഴയിലേക്കാണ് ഈ വെള്ളമൊക്കെ തന്നെ ഒഴുകുന്നത്. പക്ഷേ ചാലക്കുടി പുഴയിൽ വളരെ താഴ്ന്ന നിലയിലാണ് നിലവിൽ ജലനിരപ്പുള്ളത്. അതുകൊണ്ട് തന്നെ ചാലക്കുടി പുഴയുടെ തീരത്തെ മറ്റ് പ്രദേശങ്ങളിലേക്കൊന്നും തന്നെ വെള്ളം കയറാനുള്ളൊരു സാധ്യത നിലവിലത്തെ ഒരു മഴയുടെ സ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ ഇല്ല. പക്ഷേ അതേസമയം ഈ മഴ തുടരുകയാണെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ജില്ലയുടെ മറ്റ് പ്രദേശങ്ങളിലൊക്കെ തന്നെ മഴ കനക്കുന്നുണ്ട്. ഗുരുവായൂരിലും അതുപോലെ തന്നെ തൃശ്ശൂർ നഗരത്തിലുമൊക്കെ തന്നെ, നഗരത്തിൽ തന്നെ ഇക്കണ്ടവാരി റോഡിലൊക്കെ തന്നെ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുവഴിയുള്ള ഗതാഗതമൊക്കെ തന്നെ സ്തംഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, പീച്ചി ഡാമിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ ഒരു പ്രവേശനവും നിലവിൽ തൽക്കാലത്തേക്ക് നിർത്തിവെക്കാനായി ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ആ ഭാഗത്തേക്കുമുള്ള പ്രവേശനവും വിലക്കിയിട്ടുണ്ട്. മാത്രമല്ല, മലയോര മേഖലകളിലേക്കുള്ള രാത്രി യാത്രാ നിരോധനം ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് വൈകുന്നേരം 6 മണിക്ക് ശേഷം മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ അത് നടത്തരുത് എന്നുള്ളൊരു കാര്യമാണ് നിലവിൽ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കനത്ത മഴ തന്നെയാണ് വിവിധ പ്രദേശങ്ങളിലുള്ളത്. പക്ഷേ വലിയ തോതിലുള്ളൊരു നാശനഷ്ടമോ വെള്ളക്കെട്ടോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതേസമയം ഗുരുവായൂർ മമ്മിയൂർ ഭാഗത്ത് മമ്മിയൂർ ക്ഷേത്രത്തിന് മുൻപിലുള്ള റോഡിൽ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുവഴിയുള്ള ഗതാഗതമൊക്കെ തന്നെ വലിയ തോതിൽ തടസ്സപ്പെട്ടിട്ടുണ്ട്. അതേസമയം കടകളിലേക്ക് ഉൾപ്പെടെയുള്ള വ്യാപാര സ്ഥാപനങ്ങളിലേക്കൊക്കെ തന്നെ വെള്ളം കയറിയുന്ന ഒരു സ്ഥിതിയും അവിടെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ജില്ലയിൽ പൊതുവിൽ മഴ കനക്കുകയാണ്. ശരി, ലിഷോയാണ് തൃശ്ശൂർ ജില്ലയിലെ ആകെ വിവരങ്ങൾ പങ്കുവച്ചത്. ഗുരുവായൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ വെള്ളക്കെട്ട് ഉണ്ടായിരിക്കുന്നു എന്നതാണ്. പ്രത്യേകിച്ചും ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഒരുപാട് ആളുകൾ വരുന്ന സമയത്താണ് ഈ കനത്ത മഴ. അപ്പോൾ അതിരപ്പള്ളി അടക്കമുള്ള സ്ഥലങ്ങളിൽ ആളുകൾക്ക് പ്രവേശനത്തിന് നിരോധനമുണ്ട്. ദയവായി ഇത്തരം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കുക, മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ കുറയ്ക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ താമരശ്ശേരിയിലൊക്കെ നിയന്ത്രണങ്ങളുണ്ട്. അങ്ങനെ പെട്ടെന്നുണ്ടായ അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് പെട്ടെന്ന് കേരളത്തിൻ്റെ ഒരു കാലാവസ്ഥ അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നതാണ്. പ്രത്യേകിച്ചും കോട്ടയത്തും പത്തനംതിട്ടയിലൊക്കെ വെള്ളം കയറിയുണ്ടായ ദുരിതങ്ങൾ, ഉരുൾപൊട്ടലുണ്ടായ ദുരിതങ്ങൾ, 4 പേരുടെ മരണമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട്. മലപ്പുറത്ത് ഒരു കുഞ്ഞ് തോട്ടിന് സൈഡിലൂടെ നടന്നു പോകുമ്പോൾ തോട്ടിൽ വീണ് മരിക്കുന്ന അവസ്ഥയുമുണ്ടായി. മലപ്പുറത്തും മണ്ണിടിച്ചിൽ, 4 വീടുകളുടെ മേളിലേക്ക് മണ്ണിടിഞ്ഞ് വീണ അപകടങ്ങളുണ്ടായി. അങ്ങനെ പലയിടത്തും അപ്പോൾ ഏതെങ്കിലും വിധത്തിലൊരു അപകട സാധ്യത, വെള്ളം കയറാനോ അല്ലെങ്കിൽ മലയിടിച്ചിലിനോ ഒക്കെ സാധ്യതയുള്ള സ്ഥലങ്ങൾ കാലങ്ങളായി നമുക്ക് ജീവിക്കുമ്പോൾ അവിടുത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് അറിയാമല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ പരമാവധി സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറുക, നമ്മുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ, മറ്റ് കാര്യങ്ങളൊക്കെ സുരക്ഷിതമായി മറ്റിടങ്ങളിലേക്ക് മാറ്റുക എന്നതാണ് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നത്. ഇന്ന് നിലവിൽ 9 ജില്ലകളാണ് റെഡ് അലർട്ട് ഉള്ളത്.